ഉണ്ണിയേട്ടൻ എന്താ ഈ ആലോചിച്ച് കിടക്കുന്നത്? ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് പക്കയാണ്, ഒരു മാറ്റവും വരുത്തണ്ട. മാറ്റം വരുത്താനല്ലടാ, പടത്തിന്റെ വേരിയന്റ് എല്ലാം കഴിഞ്ഞിട്ട് ക്ലിങ് കണ്ണ് ഇറക്കുന്ന ഒരു കൊച്ചെലമെന്റ്. പൂമുഖപ്പടിയിൽ വന്നതാരോ കാത്തു കാത്തു നിന്നൊരു പൊൻകുരിശ്. ഇതൊക്കെ 100 പടത്തിൽ എഴുതി കാണിച്ചിട്ടുള്ളത്. ഇതെന്റെ അല്ല, തുടക്കം. ഉണ്ണിയേട്ടന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. പുറത്ത് പ്രൊഡ്യൂസർ വർമാജി കാത്തു നിൽക്കുന്നു. പ്രൊഡ്യൂസർ വന്നേ, ഇന്ന് ഈ കഥ പറഞ്ഞു വീഴ്ത്തും. വേണ്ട വേണ്ട വേണ്ട, ഉണ്ണിയേട്ടൻ പോയിട്ട് അഡ്വാൻസ് വാങ്ങിച്ചു വരട്ടെ, നമ്മൾ പോണ. ഓൾ ദി ബെസ്റ്റ്. ഉണ്ണി ഒരു മിനിറ്റ്. ഉണ്ണി, നീ എന്നെ ഒന്ന് സഹായിക്കണം. പത്രിപ്പാലയിൽ എന്റെ ഷൂട്ടിംഗ് നടക്കുക. 2 ദിവസത്തെ വർക്ക് കൂടി ബാക്കിയുണ്ട്. ഈ പിടുത്തത്തിന് തീർന്നില്ലെങ്കിൽ അതവിടെ കിടക്കും. കിടന്നാലത്തെ കാര്യം ഉണ്ണിക്ക് അറിയാലോ. അല്ല, എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഒരു 2 ലക്ഷം ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് അവിടെ നിൽക്കും. നീ എങ്ങനെയെങ്കിലും ഇത് അറേഞ്ച് ചെയ്ത് തരണം. അയ്യോ സാർ, ഞാൻ ഉണ്ണി, ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് വെച്ച് തന്നെ നീയൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാ. ഇത് കഴിഞ്ഞാ പിന്നെ നിന്റെ പടം നമ്മൾ ചെയ്യുന്നു. അതല്ല, ഞാനിപ്പോ ഇത് അടവാ, കാശ് കിട്ടാനുള്ള അടവാ. അതെ അതെ, കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പടം ഉണ്ടാവില്ല, ഒരു കുന്തം ഉണ്ടാവില്ല. ഇല്ലായിരിക്കാം. നല്ലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങാന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് വർമാജി നല്ല ആളാ. വിശ്വാസം അതല്ലേ എല്ലാം. ബ്രിട്ടീഷ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ ഭഗത് സിംഗും കൂട്ടരും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ലഘുലേഖ വിതരണം ചെയ്ത് സ്വയം അറസ്റ്റ് വരിക്കുകയായിരുന്നു. അങ്ങനെ എന്താ സൈലൻസ്? എന്താ ഇത്ര ചിരിക്കാൻ? എന്താ? അല്ല, അത് എന്റെ കൂടെ വർമാജി വന്നിട്ടുണ്ട്. നമ്മുടെ വർമാജി. നമ്മുടെ വർമാജി? അയ്യോ, ഇടിവെട്ടേറ്റവനെ പാമ്പ് പിടിച്ചു. എപ്പോ? കളികളം. സിനിമയുടെ പേരാണ് മഞ്ജു. റബ്ബർ എസ്റ്റേറ്റ്, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് കേട്ടിട്ടില്ലേ? വലിയ പ്രൊഡ്യൂസറാണ്. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? യൂണിറ്റുകാരൻ ഡ്രൈവേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു നിൽക്കും. പിന്നെ 1 ലക്ഷം രൂപ നമ്മുടെ വേണു സാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 25,000 രൂപ കിഷോർ, 50,000 രൂപ നമ്മൾ പലിശക്ക് എടുക്കുന്നു. അതെ മോളെ തലയിൽ. പിന്നെ ഒരു 25,000 രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം. ഒറ്റാഴ്ച കൂടെ തിരിച്ചു കൊടുക്കാം. ഉണ്ണിയേട്ടാ, എനിക്ക് നല്ല കലി വരുന്നുണ്ട് കേട്ടോ. ഒരു പടം മുടങ്ങിയാളുടെ ബുദ്ധിമുട്ട് മഞ്ജുവിന് മനസ്സിലാവൂലോ. പ്രൊഡ്യൂസർ മാത്രമല്ല, ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും പ്രശ്നമാണ്. ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കും. പൈസ കൃത്യമായിട്ട് തിരിച്ചു തരും. ഞാൻ ഉറപ്പ് തിരിച്ചു തരും. കാറ്റു വീശുന്നു, മരങ്ങൾ ഒടിയുന്നു, ഒടിയാത്ത വാഴതൻ കുലയിലോ പാളയങ്കോടൻ പഴം. പഴമുരിയുന്നു, പുട്ടുകുഴച്ചിട്ട് കഴിക്കുന്ന കുട്ടിതൻ മുഖത്ത് സന്തോഷത്തിൻ സംസ്ഥാന സമ്മേളനം. നീ കാറച്ചായിരുന്നു പാടേണ്ടവനല്ലേ? വല്ല ടിവിയിലോ റേഡിയോയിലോ പാടേണ്ടവനാ. അത്രയ്ക്ക് ഗംഭീരാണോ? അപ്പൊ ഓഫിയല്ലോ. ഇഷ്ടണ്ടായിട്ടൊന്നുമല്ല. ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥിതിക്ക് അവരുടെ മുമ്പിച്ച് മോശാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അത് 5000 രൂപയുണ്ട്, മനോജ് മാഷ് എന്നാ. ഇതുകൊണ്ടേ വിക്കേ പണയം വിക്കേ എന്താച്ചാ ചെയ്തോ. പടത്തിന്റെ കാര്യമൊക്കെ എന്താ ഉണ്ണിയേട്ടാ? പടത്തിന്റെ കാര്യമൊക്കെ അങ്ങനെ നടക്കുന്നു. പിന്നെ ഗിരീഷേ, ഒരു 10,000 രൂപ എഴുതിയിട്ടുണ്ട്. തൽക്കാലം അത് വെച്ചിട്ട് അങ്ങോട്ട് മാനേജ് ചെയ്യാം. ശരി. പിന്നെ നമ്മുടെ പ്രകാശനം ഗ്രൂപ്പ് ഒക്കെ പോയി. ഞങ്ങൾ ഇവിടെ ഉണ്ട്. കൃഷ്ണ കൃഷ്ണണ്ടായിരുന്നു. ഞാൻ ഉണ്ണിയേറ്റാ മതി. ഉണ്ണിയെ നമുക്ക് നമ്പിക്കയാണ്. എന്താ വർമാജി, നമുക്ക് വിശ്വാസമേ ഇല്ലേ? എടാ, ആവശ്യമില്ലാത്ത കാര്യം കയറി ഏറ്റാ അയാൾ ഇതൊക്കെ കൊടുക്കൂ. ഞങ്ങൾ ഉണ്ണിയെ കാണാതിരിക്കായിരുന്നു. നമ്മുടെ ഡ്രൈവർ രാജേട്ടന്റെ മോന് ട്യൂമറാ. രാജേട്ടന്റെ സ്ഥിതി അറിയാലോ. ഇച്ചിരി കഷ്ടാ. നമ്മൾ എന്തേലും ചെയ്യണം. ഒരു ഫണ്ട് രൂപീകരണം നടത്തണം. ഉണ്ണിയേട്ടൻ മുന്നിട്ട് നടക്കും. അതെ. എന്നാ പിന്നെ വൈകിക്കണ്ട.
രാജേട്ടന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം തന്നെയല്ലേ. പിന്നെ ഒരു കാര്യം ചെയ്യാം, ആദ്യം നമ്മുടെ ഇടയിൽ നിന്ന് പിരിക്കാം. അത് കഴിഞ്ഞ് തികഞ്ഞില്ലെങ്കിൽ പുറത്തുനിന്ന്. അതെ, അത് മതി. വേറെ ആവശ്യത്തിന് വേണ്ടി വെച്ചിരുന്ന കാശാ. ഇതിനേക്കാൾ വലിയ എന്താ ആവശ്യം? പിന്നെ അല്ലാതെ. എന്റെ ഒരു ഇതുള്ളൂ, ഇപ്പൊ പിടിക്കാം. രാജേട്ടാ പിടിക്ക് പിടിക്ക്. ആ, പണത്തിന്റെ കുറവുകൊണ്ട് മോൻ ഒരു ചികിത്സ കിട്ടാതെ പോകരുത്. ഇനി എത്ര വേണ്ടെന്ന് വെച്ചാല് ഞങ്ങളുണ്ടാക്കും. അതെ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. കുറച്ച് ഓറഞ്ച്. എന്തൊരു നോട്ടോടിയത്? പതുക്കെ നോക്ക്. ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ല ഉണ്ണേട്ടാ. നീ ഒന്ന് പെടക്കാതിരിക്കന്റെ മോളെ. ഇവരാരും ഉണ്ണേട്ടന്റെ സിനിമ ചെയ്യാൻ പോണില്ല, എന്നിട്ട് ഓരോരുത്തരെ സഹായിച്ചോണ്ട് നിൽക്കും. സിനിമ ചെയ്യുമെന്ന് കരുതിയിട്ടൊന്നുമല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളങ്ങനെ ചെയ്യേണ്ടി വരും. അതിന് മാത്രമുള്ള സ്ഥിര വരുമാനം ഉണ്ണിയേട്ടനുണ്ടോ? വലുവിനും കയ്യിലെ കാശം കണ്ട് ഓരോന്നങ്ങോട്ട് ചെയ്യാൻ നിന്നോളും. ഞാൻ നമ്മുടെ പൊതുവായൊരവസ്ഥ പറഞ്ഞതാ. നമ്മളൊന്നും ഇല്ലാത്തവരെ ഉണ്ണിയേട്ടാ, സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്തവര്. 10 സെന്റ് സ്ഥലം മേടിക്കുക, അതിൽ ചെറുതാണെങ്കിൽ ഒരു വീട് വെക്കാന്നുള്ളതൊക്കെ ഉണ്ണിയേട്ടന്റെ സിനിമ പോലെ എന്റെയും വിദൂര സ്വപ്നങ്ങളാ. ആ, ഇന്ന് ടീച്ചേഴ്സ് റൂമിൽ ഒരു ചർച്ച നടന്നു. ബിന്ദു ടീച്ചറുടെ ഹസ്ബൻഡ് കുറച്ച് വിസ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്ന് സംഘടിപ്പിച്ച് മിസ്റ്റർ ഒറ്റപ്പാല ഉണ്ണിയെ പറത്തിയാലോ എന്ന് തോമസ് മാഷ്. നിന്റെ ടീച്ചേഴ്സ് റൂമിൽ ഞാൻ ഒരു ബോംബ് വെക്കും. ഉണ്ണിയേ, എന്താണ് കാര്യമായ ഒരു ചർച്ച? ഏയ്, ഇവളുടെ തോമസ് മാഷക്ക് എന്നെ ഗൾഫിലേക്ക് കയറ്റിവിടാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട്. എന്നാ നോക്കിക്കൂടെ പഹയാ, നല്ല കാര്യമല്ലേ? അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഗൾഫിൽ പോകാനാണ് ഇത്രയും കാലം ഞാൻ സിനിമയുടെ പുറകിൽ ഇങ്ങനെ തൂങ്ങി നടന്നത്. മദ്രാസിലെ പൊരി വെയിലത്തും ഊട്ടിയിലെ കൊടും തണുപ്പത്തും ഒക്കെ രാത്രിയും പകലും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ടത്. പോയാലും ഇടയ്ക്കൊക്കെ വന്നൂടെ, എന്നിട്ട് സിനിമേന്റെ ഏർപ്പാട് നോക്കല്ല. ഏയ്, പോയാ പിന്നെ പോയി. മറ്റേത് കാര്യം പോലെ അല്ല സിനിമ. ഇൻഡസ്ട്രിയുമായിട്ടുള്ള ബന്ധം അത് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ തികച്ചു അന്യരാകും. ഉണ്ണിസാറ് ഉണ്ണിസാറ് ഉണ്ട്, കുളിക്കുക. എന്താ പ്രത്യേകിച്ച്? സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ ചേച്ചി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ഇവിടുള്ള ആളുടെ കാര്യം തന്നെ കട്ടപ്പോകാം. അല്ല, സിനിമയിൽ എന്താവാനാ ആഗ്രഹം? എനിക്ക് ഡയറക്ഷനിലെ താല്പര്യം. എനിക്ക് അഭിനയം. സിനിമയിലൊക്കെ കയറി പറ്റാൻ വലിയ കഷ്ടപ്പാടാ. ഞങ്ങൾക്കറിയാം, മമ്മൂക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മക്കൾ എത്ര വരെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു. പാസ്സായോ? ഇല്ല, എനിക്ക് 4 പേപ്പർ കൂടി ഉണ്ട്. എനിക്ക് 5. ഓ, നല്ല ബെസ്റ്റ് സ്റ്റുഡൻസ്. താങ്ക്സ്. ഇന്ന് കഷ്ടപ്പെട്ട നാളെ മമ്മൂട്ടിയാവാൻ നിങ്ങളോട് ആരാ പറഞ്ഞു? വിജയിച്ച ഒരു മമ്മൂട്ടിയെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. മമ്മൂട്ടിയേക്കാൾ കഷ്ടപ്പെട്ട് ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ 100 കണക്കിന് പാവങ്ങളുണ്ട് ഇവിടെ. അവരെയൊന്നും ആരും കേക്ക് ചെയ്യുന്നുണ്ടാവില്ല. പഠിച്ച് ഡിഗ്രി എടുക്കാൻ നോക്കാണ്ട് തോറ്റു തുന്നമ്പാടി അടക്ക നാടന് സംവിധായകനും. മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. എന്താണെന്നറിയോ? ഇല്ല. പഠിക്കുക, പഠിക്കുക, പഠിക്കുക. ശരി. ഹലോ, ഇങ്ങോട്ടാ ഇപ്പൊ പഠിക്കാൻ പോവാ? ഇന്നിനിപ്പൊ പഠിക്കാൻ നിൽക്കണ്ട, കാണാൻ നാളെ കണ്ടിട്ട് പോയാ മതി. ഉണ്ണി സാറേ, സിനിമ ഉപേക്ഷിക്കേണ്ടി വരൂ. ചിലപ്പോ. ഉണ്ണി സാറേ, പുറത്ത് ആള് വന്നിട്ടുണ്ട്. ചാൻസ്. ചാൻസോ? എനിക്കൊരു ചാൻസ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. ഒരൊറ്റ കീറുന്നുണ്ട്. ഇല്ലെങ്കിൽ വേണ്ട.
ഉണ്ണേട്ടാ വണ്ടി നല്ല പഴുതായിട്ട് പുതിയത് എടുക്കാൻ നോക്കിട്ടാ. എടുക്കാടാ, നമ്മുടെ പടം തുടങ്ങട്ടെ. ഉണ്ണിയേ, ആ? ഉണ്ണിയെ വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. കണ്ടത് നന്നായി. ആ ദേവരാജൻ സാറിന്റെ വർക്ക് ഇവിടെ തുടങ്ങാൻ പോവാണേ. കുളപ്പുള്ളിയിലെ മന എനിക്കൊന്ന് കിട്ടണം. ഒരാഴ്ചത്തേക്ക് മതി. ഉണ്ണി വിചാരിച്ച ആ കാര്യം നടക്കും. ഉണ്ണിയാണെങ്കിൽ ആ നമ്പൂരിയായിട്ട് നല്ല അടുപ്പത്തിലല്ലേ. സംഗതി ഏർപ്പാടാക്കാം. വാടക ഡെയിലി കൊടുക്കണം. പിന്നെ നമ്പൂരിയും കുടുംബത്തോടെ താമസിക്കുന്നത് ഫുഡ് വെയിറ്ററിനാക്കേണ്ടി വരും. അതൊക്കെ ഞാൻ ഏറ്റു. ഫുഡ് പ്രത്യേകിച്ച്. ഈ കാര്യം പറഞ്ഞ് നോൺ വെജ് ഒഴിവാക്കിയാലേ ചെലവത്രയും കുറയ്ക്കാം. എന്താ പിന്നെ വിട്ടോ. അപ്പൊ ഉണ്ണിയെ ഞാൻ വിളിക്കേ. ഓ. ഹലോ, കൈ നോക്കി ലക്ഷണം പറയാം. ഉള്ളതേ പറയൂ. കൈയൊന്ന് കാണട്ടെ. കയ്യും നോക്കണ്ട, കാലും നോക്കണ്ട. സ്ഥലം വിട്ടോ. എന്തോ ഒന്ന് വല്ലാതെ അലട്ടുന്നുണ്ടല്ലോ. കുറെ അലഞ്ഞു, ഒന്നും ഫലം കണ്ടില്ല അല്ലേ? ആ കൈയൊന്ന് നീട്ടു, ബാക്കി പറയാം. ഉള്ള സത്യമാണെങ്കിൽ ദക്ഷിണ തന്നാ മതി. ഭാഗ്യരേഖ ഉച്ചസ്ഥായിലേക്ക് എത്തി നിൽക്കുന്നു. അലച്ചില് ഫലം കാണാറായി. ഒരു സുന്ദരിയായ പെൺകുട്ടി എവിടെയോ കാത്തിരിപ്പുണ്ട്. സുന്ദരിയായ പെൺകുട്ടിയോ? അതെ, വിവാഹം ഒത്തുവന്നില്ല, അതല്ലേ ദുഃഖം. ഇപ്പോഴുള്ള ബിസിനസ് നഷ്ടത്തിലാണ്. ആഗ്രഹിച്ച പോലെ ഉടൻ തന്നെ ഗൾഫിലേക്കുള്ള വിസ റെഡിയാവും. അതോടെ വിവാഹമടക്കം എല്ലാം മംഗളാവും. നിന്നെ കൂടെ മംഗളം പഠിപ്പിക്കും. അല്ല, ഞാനത് അവരുടെ സുന്ദരിയും ഒന്ന് പറഞ്ഞു നോക്കിയതാ. രാവിലത്തെ പണി ഏറ്റില്ല. ശംഭോ മഹാദേവ. ഒരു ബുഷ് മാറി തൽക്കാലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഉടനെ മാറേണ്ടി വരുംട്ടാ. പോണടത്തോളം അങ്ങോട്ട് പോട്ടടോ. ഒന്നിനെ അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കരുന്ന. വണ്ടി ആയാലും മനുഷ്യരായാലും. എത്രയാടോ? 80 രൂപ. ഒരു 1-ാം തീയതി ആട്ടെ, ശമ്പളം കിട്ടുമ്പോ തരാം. അതിനുള്ളിൽ എണ്ണ ശമ്പളം എനിക്കല്ലടാ, ഭാര്യക്ക്. ഭാഗ്യവാൻ. ജോൺസന് മരം വിറ്റു, ഐശുവിന്റെ പശുക്കളെ വിറ്റു. വിശ്വട്ടാ, എന്താ തിയേറ്റർ തുറക്കാൻ പരിപാടി ഉണ്ടോ? ഏയ്, അടച്ചുകൂട്ടിയാലും മാറ്റിനിയുടെ നേരമാകുമ്പോ ഇവിടെ വന്ന് കുറച്ചു നേരം ഇങ്ങനെ ഓർമ്മ വെച്ച കാലം മുതൽ ശീലിച്ചു പോയതല്ലേ. ഉണ്ണിക്ക് ഓർമ്മയുണ്ടോ? കുട്ടിക്കാലത്ത് നീ വാശി പിടിച്ച് കരയുമ്പോൾ നിന്റെ അച്ഛൻ ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഈ ഓട്ടെ കൂടെ സിനിമ കാണിക്കും നിന്നെ. അതോടെ നിന്റെ കരച്ചിൽ നിൽക്കും. തിരിച്ചു പോകുമ്പോ വിശ്വേട്ടന്റെ വക ഒരു തുണ്ട് ഫിലിമും കിട്ടുമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും സിനിമ എന്റെ രക്തത്തിൽ അലിഞ്ഞു കയറുന്നു. നിന്റെ സിനിമയുടെ കാര്യങ്ങൾ ചോദിച്ച് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ആവുമ്പോൾ നീ എന്നോട് പറയുമെന്ന് എനിക്കറിയാം. ശരിക്കും പറഞ്ഞാല് സിനിമയെ നിലനിർത്തുന്നത് ഞങ്ങളുടെ കാശ. നിർമ്മാതാവ് വിതരണക്കാരൻ്റെ അഡ്വാൻസ് വാങ്ങും, വിതരണക്കാർ ഞങ്ങളുടെ. കോടികൾ മുടക്കി സൂപ്പർ താരങ്ങളുടെ പടമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നാട്ടുകാരുടെ ഒന്ന് അഡ്വാൻസ് വാങ്ങാൻ പറ്റും. ആയിരത്തിൽ ലക്ഷങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. പിടിച്ചു നിൽക്കാൻ പറ്റാതാവുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പൂട്ടും. ഏഷ്യാനെറ്റ് അവാർഡ് കാണാടാ. ആ മിടുക്കന്മാരെ അവാർഡ് മേടിക്കും. അതില്ലാത്ത ഒരു വീട്ടിലിരുന്ന് ടിവിയിൽ കണ്ട് രസിക്കും. വേണ്ട, എന്താന്ന് വെച്ചാൽ കണ്ടോ. വേണ്ട വേണ്ട, അച്ഛൻ കണ്ടോട്ടെ. പിടിച്ച്. അവാർഡ് വാങ്ങാൻ ആൾക്കാരിങ്ങനെ സ്റ്റേജിലേക്ക് കയറണത്, വാങ്ങിയിട്ട് എന്തൊക്കെയാ പറയണത്, ഇതൊക്കെ അച്ഛനോട്ട് പഠിക്കാനുള്ളതല്ലേ. അടുത്ത കൊല്ലം അച്ഛന് പോയി വാങ്ങാനുള്ളതാ മോനെ. അച്ഛൻ സമ്മാനം വാങ്ങുന്ന നമുക്കും ടിവിയിൽ കാണാല്ലേ. എന്തിനാ മോനെ ടിവിയിൽ കാണുന്നു? സമ്മാനം വാങ്ങിക്കാൻ നമുക്കും പോയി കൂടി തിരുവനന്തപുരത്തേക്ക്. അവിടെ ചെന്നാ ചിലപ്പോ അവർ അമ്മക്കും തരും ഒരു അവാർഡ്. നിന്റെ അച്ഛനെ പോലത്തെ ഒരാളെ സഹിക്കുന്നതിന് സഹനടിക്കുള്ള അവാർഡ് ഇല്ലേ ഉണ്ണിയേട്ടാ? അതെ അച്ഛൻ, ഞങ്ങളെയും കൊണ്ടുപോകും തിരുവനന്തപുരത്തേക്ക്. എന്തായി സിനിമക്കാരെ സഹായിക്കാൻ പലിശക്കെടുത്ത കാശിന്റെ കാര്യം? അത് കൊടുത്തല്ലോ. അത് ശരി, ഉണ്ണിയുടെ നുണ പറയാനും തുടങ്ങിയല്ലേ? 50,000 പലിശയും ചോദിച്ച ആള് വന്നിരുന്നു സ്കൂളിലേക്ക്. ഉണ്ണി പറഞ്ഞ സമയമെല്ലാം തെറ്റിച്ചു, അതുകൊണ്ടാ ടീച്ചറെ കാണാൻ വന്നതെന്ന്. അപ്പൊ തന്നെ ഞാൻ വേണുസാറിനെ കിഷോറിനെ വിളിച്ച് അന്വേഷിച്ചു. ഇനി അവരെന്നാണോ സ്കൂളിലേക്ക് വരിക? സ്കൂളിൽ പിന്നെ നല്ല പേരാണല്ലോ ഉണ്ണിയേട്ടന്. ഇതെല്ലാം ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങിയതാണെങ്കിൽ വിരോധമില്ല, ഞാൻ വീട്ടിക്കോളാം.
ഇതിപ്പോ അങ്ങനെയാണോ? ശരിയാ, സാമാന്യം ഭേദപ്പെട്ട ശമ്പളമുള്ള ജോലി തന്നെ എനിക്ക്.